സിപിഐ സംസ്ഥാന സമ്മേളനം ഐക്യത്തിന്റെ സമ്മേളനമായിരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സിപിഐ ജനാധിപത്യ പാർട്ടിയാണ്. വിമർശനവും സ്വയം വിമർശനവുമുള്ള ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കും. സംഘടനാ ഐക്യം, ആശയ-ഐക്യം, രാഷ്ട്രീയ ഐക്യം എന്നിവ സമ്മേളനത്തിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിനിധി സമ്മേളനം 10, 11, 12 തീയതികളിലായാണ് നടക്കുക. സിപിഐ സംസ്ഥാന സമ്മേളനത്തിൽ വിഭാഗീയതയ്ക്കും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കും മുതിരേണ്ടതില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മുന്നറിയിപ്പ്. സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി തയ്യാറാക്കിയ മാർഗരേഖയിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള മത്സരവും വിഭാഗീയ നീക്കവും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ സമ്മേളനകാലത്ത് ഇസ്മായിൽ കാനം പക്ഷമായി ചേരിതിരിഞ്ഞുള്ള നീക്കം ശക്തമായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ്. എന്നിട്ടും 5 മണ്ഡലം സമ്മേളനത്തിൽ ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടത്താനായിട്ടില്ല. ഇതോടെയാണ് സംഘടനാ റിപ്പോർട്ട് ചർച്ച ചെയ്യുവാൻ ചേർന്ന കൌൺസിൽ യോഗത്തിൽ ബിനോയ് വിശ്വം വിഭാഗീയതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകിയത്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ 5 മണ്ഡലം കമ്മിറ്റികളിലാണ് ഭാരവാഹികളെ നിശ്ചയിക്കുവാൻ കഴിയാത്തത്. ജില്ലാ നേതൃത്വം നിശ്ചയിച്ചവരെ സമ്മേളന പ്രതിനിധികൾ അംഗീകരിക്കാത്തതാണ് പ്രശ്നമായത്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ മത്സരിക്കുവാൻ അനുവദിച്ചതുമില്ല. ഇതോടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് മരവിപ്പിച്ച് സമ്മേളനം പൂർത്തിയാക്കി. ഉപരിഘട്ടത്തിലുള്ള ഒരാൾക്ക് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകി. കടുത്ത വിഭാഗീയത നിലനിന്ന കഴിഞ്ഞ തിരുവനന്തപുരം സമ്മേളന കാലത്തുനിന്ന് 3 വർഷം കഴിഞ്ഞ് ആലപ്പുഴയിലെത്തുമ്പോൾ സിപിഐയിൽ കാര്യമായ ഉൾപാർട്ടി പ്രശ്നങ്ങളില്ല. കാനം പക്ഷമായി നിന്ന വിഭാഗം പാർട്ടിയിൽ സമഗ്രാധിപത്യം നേടിക്കഴിഞ്ഞു. ഇസ്മായിൽ പക്ഷമെന്നത് പേരിന് പോലും ഇല്ലാതായി. ബുധനാഴ്ച ആലപ്പുഴയിൽ തുടങ്ങുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കെ ഇസ്മായിലിന് ക്ഷണമില്ല. നേരത്തെ സസ്പെൻഷൻ നടപടി നേരിട്ടതിനാൽ സമ്മേളനത്തിൽ പ്രതിനിധിയാകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. 1968 മുതലുള്ള എല്ലാ സമ്മേളനങ്ങളിലും ഇസ്മായിൽ പ്രതിനിധിയായിരുന്നു. പ്രായപരിധി കഴിഞ്ഞതിനാൽ പാർട്ടി ചുമതലകളിൽ നിന്ന് അദ്ദേഹം നേരത്തെ ഒഴിഞ്ഞതാണ്. ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കളെ സംഘടനാ സമ്മേളനത്തിൽ പ്രതിനിധിയാക്കാറുണ്ട്. മുൻമന്ത്രി സി ദിവാകരൻ സമ്മേളനത്തിൽ പ്രതിനിധിയാണ്.